ഓട്ടോ ഓടാനല്ലേ വിളിക്കുന്നേ? ഇയാൾ ഓട്ടോ ഓടാനാണ് വിളിച്ച സമ്മതിച്ച്. അപ്പൊ ഈ 2 കിലോമീറ്റർ നിങ്ങൾ 60 മേടിക്കും. 60 രൂപയാണ്. 2 കിലോമീറ്റർ ഓടി വന്നാൽ 60 രൂപയാണ്. അതായത് 30 രൂപയാണ് മിനിമം ചാർജ്. മിനിമം ചാർജ് 30 രൂപ. രണ്ടാമത്തെ കിലോമീറ്റർ 30 മേടിക്കും. ഇതുവരെ അതാണ് അപ്പൊ ഈ എഴുതി വെച്ചേക്കുന്ന ഇയാളെ ഫോട്ടോ എടുക്കുക, ഇയാൾ കൊണ്ട് കൊടുക്കുക. ഇയാളെ പൈസ സമയങ്ങളെ ഈ മീറ്റർ എന്താ വർക്ക് ചെയ്തത്? മീറ്റർ വർക്ക് ചെയ്താൽ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് ഇയാൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? പിന്നെ ഞാൻ ഓട്ടോ കയറുമ്പോൾ ഞാൻ അറിയണ്ടേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇത് എനിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അവിടെ വെച്ച് പറയാൻ മീറ്റർ ഇടാൻ പറയാൻ തന്നെ അവിടെ വെച്ച് അത് പറയുന്നത് ആള് അങ്ങനെ ഇയാൾ അവിടെ വെച്ച് പറയണമായിരുന്നു. അതിന് പറയുന്നതിനാ ഇയാൾ അവിടെ വെച്ച് പറയണമായിരുന്നു എനിക്ക് മീറ്റർ ഇട്ടോടണമെന്ന് പറയണമായിരുന്നു. അതെന്തിനാ പറയുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചത് ഓട്ടോ ആണോന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓട്ടോ ആണെ കാര്യമല്ലെങ്കിൽ അത് മീറ്റർ വേണ്ട. A few moments later. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പരാതിയായിട്ട് വന്നിരിക്കുവോ? നടപടി എടുക്കാൻ പോവാ കേട്ടോ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. നിങ്ങളെ നാക്കൊന്ന് നടത്താവോ? നിങ്ങൾ എല്ലാം റോങ് ആണ്. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ റോങ് ആണ്. നിങ്ങൾ ചെയ്ത ശരിയാണ്. ഇവിടെ പെർമിറ്റുണ്ടോ? ചോദിക്കട്ടെ. അവര് പുതുതലങ്ങൾ വരുമെന്ന് ഗൂഗിൾ മാപ്പ് നോക്കും, എല്ലാം നോക്കണം. അവർ ടെക്നോളജി അവർ ഇപ്പോഴത്തെ പുതിയ തലമുറ ഇത് നമുക്കെല്ലാം അറിയാം. അവർ നോക്കുമ്പോൾ അവർ കറക്റ്റ് മില്ലിമീറ്ററിന്റെ വരെ കണക്ക് അവരേലുണ്ട്. നമ്മൾ തോന്നുന്നതിലൊന്നും പരിപാടി നടക്കത്തില്ല. ഒരു മിനിമം ചാർജ് ഉണ്ടെങ്കിൽ അതേ മേടിക്കാൻ പറ്റും. മിനിമം ചാർജ് 30 രൂപ, പിന്നെ ഓരോ കിലോമീറ്റർ 15 രൂപ. അത് നമുക്ക് തോന്നുന്നില്ല. പിന്നെ മീറ്റർ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ്. സവാരി തുടങ്ങുന്നതിന് മുമ്പ് മീറ്റർ ഓൺ ആക്കുക എന്നുള്ളത്. ഏതാ പണ്ടത്തെ സിനിമ കണ്ടിട്ടുണ്ടോ? ഒരു ഓട്ടോ വിളിക്കുമ്പോൾ തിരിഞ്ഞിങ്ങനെ അടിക്കുന്നേ കണ്ടിട്ടുണ്ടോ? പഴയ സിനിമയിലൊക്കെ. ഇപ്പൊ ഡിജിറ്റലാക്കിയേക്കുക, കുറച്ചുകൂടി എളുപ്പമായി. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? പറഞ്ഞാലും ഇടത്തുള്ളൂ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആ സ്ഥലത്ത് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്കറിയാം എത്ര രൂപ മേടിക്കുന്നതാണ്. ചിലപ്പോ ഞാൻ പറയുന്നതിനാ ഇത് ചേട്ടൻ സംസാരിച്ച രീതി റോങ്ങാ. ആദ്യമേ സംസാരിച്ച രീതി റോങ്ങാ. അതാണ് അതിനകത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു ശരിയാണ്. പണ്ട് മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഗണേഷ് കുമാർ അങ്ങനെ തന്നെ പറഞ്ഞു. സമ്മതിച്ചു. അങ്ങനെ തന്നെ പറഞ്ഞു. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. മീറ്റർ ഇടാത്ത ചോദിച്ചപ്പോഴും ചേട്ടൻ റോങ്ങായിട്ട് സംസാരിച്ചു. ഞാൻ ശരിയാണ്, സത്യം. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ കയറിയപ്പോൾ പറയാൻ എന്താ മീറ്റർ ഇടാൻ? നിങ്ങൾ കയറിയപ്പോൾ പറഞ്ഞാൽ നമ്മൾ മീറ്റർ ഇടും. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്നു, അങ്ങനെ ആരും മീറ്റർ ഇടാൻ പറയുന്നില്ല. അവർ വന്ന് കയറുന്നു. ഞങ്ങൾ